ഹലോ, നമ്മുടെ നാട്ടിൽ പൊള്ളുന്ന ചൂടല്ലേ, എന്നാൽ നമുക്കൊരു എയർ കൂളിംഗ് സിസ്റ്റം റെഡിയാക്കിയാലോ? അറിയാമെന്നുള്ളൊരു സ്കിപ്പ് ചെയ്യിക്കോളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം. ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു വലിയൊരു പ്ലാസ്റ്റിക് ടംബ്ലറാണ്. അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏത് പാത്രം ഉണ്ടെങ്കിൽ അതിലെടുക്കാം. ഇതിൻ്റെ ഞാനിവിടെ ഉപയോഗിച്ചുള്ള ഒരു 650 റേഞ്ച് ചെറിയൊരു എക്സോസ്റ്റ് ഫാനാണ്. ഈ ഫാൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇറക്കണം. അതിനെടുത്ത് മാർക്ക് ചെയ്ത് നമുക്ക് എടുത്ത് നൈഫ് ഒന്ന് ചൂടാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഫാൻ ഇറക്കി വെച്ചിട്ട് ഒന്ന് സിലിക്കോൺ വെച്ച് സീൽ ചെയ്യുന്നുണ്ട്. ഇത് സിലിക്കോൺ ഇല്ലയെന്ന് വിചാരിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ കറണ്ട് ചാർജൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ആ ബക്കറ്റിലേക്ക് കുറേ ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വെള്ളം ഫ്രീസ് ചെയ്യാന്നുള്ള ചെറിയ ചെറിയ ബോട്ടിലേക്ക് വെള്ളം ഫ്രീസ് ചെയ്ത് നമ്മളിതിലേക്ക് ഇടുന്നു. ഇതിനൊന്ന് മൂടി വയ്ക്കുന്നു. എന്നതിന് ശേഷം 32 ഡിഗ്രിയാണ് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ. ഇനി ഒന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. വെള്ളം